ഏറ്റവും വളരെ കൃത്യമായും ഏറ്റവും ക്ലാസ്സായ മറുപടി നൽകിയത് ദീപ്തി മേരി വർഗീസ് തന്നെയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനത്തോടൊപ്പം എങ്ങനെയാണ് ഒരു പാർട്ടി പ്രവർത്തകർ നിൽക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തന്നെയാണ് ഏറ്റവും വളരെ ക്ലാസ് ആയിട്ടുള്ള മറുപടി നൽകിയത്. ആ വിഷയത്തിൽ അതിൽ പ്രതികരിച്ച നേതാക്കന്മാർ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും പറഞ്ഞത് പാർട്ടി ഒരു തീരുമാനമെടുത്തു, ആ തീരുമാനം ഇനി അത് അന്തിമമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടുന്ന നേതാക്കന്മാരെല്ലാം സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു. അഭിപ്രായങ്ങളും സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കോൺഗ്രസ് പോലൊരു ജനാധിപത്യ പാർട്ടിക്കകത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഒരു വലിയ പ്രോസസ്സാണ്. ഒരു പാർലമെന്ററി പാർട്ടിയുടെ ഒരു പ്രോസസ്സിന് ശേഷമാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ആ തീരുമാനത്തിന്റെ മറ്റു വശങ്ങളെ സംബന്ധിച്ച് നമുക്കറിയില്ല. പക്ഷേ ഒരു തീരുമാനം പുറത്തു വന്ന് ആ തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ നമുക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ യൂത്ത് കോൺഗ്രസിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇപ്പോൾ തൽക്കാലം രേഖപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പൊതുവെ ഒരു വലിയ വിജയം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നൽകി. ആ ജനത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് വ്യക്തിപരമായിട്ടല്ല, മറിച്ച് രാഷ്ട്രീയമായി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ല, അത്തരമൊരു ഘട്ടത്തിലേക്ക് അത് കൂടുതലായി പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതിന് സ്വാഭാവികമായി നിങ്ങൾ ചോദിച്ച ചോദ്യം മേയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിൽ അതിന് ഏറ്റവും വളരെ കൃത്യമായും ഏറ്റവും ക്ലാസ്സായ മറുപടി നൽകിയത് ദീപ്തി മേരി വർഗീസ് തന്നെയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനത്തോടൊപ്പം എങ്ങനെയാണ് ഒരു പാർട്ടി പ്രവർത്തകർ നിൽക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തന്നെയാണ് ഏറ്റവും വളരെ ക്ലാസ് ആയിട്ടുള്ള മറുപടി നൽകിയത്. അത് തന്നെയാണ് എന്റെ ഏതോ എനിക്ക് അതിന് ശേഷമുള്ള കാര്യത്തിൽ സംബന്ധിച്ച് അറിയില്ല. ഞാൻ കേട്ട മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പിരിവ് നടത്തിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നടത്തിയത് പിരിവല്ല. യൂത്ത് കോൺഗ്രസ് ഒരു റെസിപ്റ്റും അടിച്ചിറക്കിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ആളുകളിൽ നിന്ന് നേരിട്ട് പണവും കൈപ്പറ്റിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നടത്തിയത് വിവിധ ചലഞ്ചുകളാണ് നടത്തിയത്. ആ ചലഞ്ചുകളുടെ ഭാഗമായി ബിരിയാണി ഫെസ്റ്റ് നടത്തിയവരുണ്ട്, അതല്ല ബൾബ് ചലഞ്ച് നടത്തിയ ആളുകളുണ്ട്. അങ്ങനെ പലവിധങ്ങളായ ചലഞ്ചുകളാണ് നടത്തിയത്. അപ്പോൾ ആളുകൾക്ക് നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുകയും അതിന്റെ ചെറിയ ലാഭവിഹിതം ഈ ചലഞ്ചിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. അതായത് ഒരു ചലഞ്ചാണ് നടത്തിയത്, പിരിവായിട്ട് നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അതിൽ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള കളക്ഷൻ എത്തുന്ന സാഹചര്യം കുറവ് വരുന്ന ഘട്ടം ഉണ്ടായത്. അതൊരു ചലഞ്ച് എന്ന രീതിയിൽ നടത്തിയതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഈ ബൾബ് വാങ്ങി കൊടുക്കുമ്പോഴായാലും അതിനൊരു വില നിശ്ചയിച്ചിട്ടാണല്ലോ കൊടുക്കുന്നത്. ബിരിയാണി ആണെങ്കിലും അതിന്റെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ അതിന്റെ ഒരു മേക്കിങ്ങിന് വേണ്ടി വരുന്ന ചിലവ് കൂടി ഉണ്ടല്ലോ. അപ്പൊ ലാഭവിഹിതമാണ് വയനാട് ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ ലാഭവിഹിതത്തിന്റെ ഭാഗമായി വീട് പണി അതിന്റെ സ്ഥലം ഏറ്റെടുക്കേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. ഒരുപാട് നിയമതടസ്സങ്ങളുണ്ടായിരുന്നു. ആ നിയമതടസ്സങ്ങളെ അതിജീവിച്ചു. നിയമതടസ്സങ്ങളില്ലാത്ത ഭൂമി ലഭ്യമായി. ആ ഭൂമിയുടെ കോണ്ടൂർ സർവേ കഴിഞ്ഞു. ചെരിവുള്ള പ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. 4-5 തീയതികളിലായിട്ട് വയനാട് സബ്റ്റയിൽ വെച്ച് KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടക്കുകയാണ്. ആ ക്യാമ്പ് എക്സിക്യൂട്ടീവിന് ശേഷമുള്ള ഉചിതമായ തീയതികളിലേക്ക് അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ തീരുമാനിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പാർട്ടിയുടെ ആരംഭിക്കും, യൂത്ത് കോൺഗ്രസിന്റെ ആരംഭിക്കും. ഞങ്ങൾ ചലഞ്ചിലൂടെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ സമാഹരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 84 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങളൊരു ജില്ലാ പര്യടനം കൂടി പൂർത്തീകരിക്കപ്പെട്ട ഘട്ടത്തിൽ ചലഞ്ചിന്റെ ഭാഗമായി തന്നെ വീണ്ടും ചെറിയ രീതിയിലൊക്കെയുള്ള സമാഹരണത്തിന്റെ ഭാഗമായി 1,05 ലക്ഷം രൂപയാണ് ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് സമാഹരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ വിവിധ പത്രസമ്മേളനങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള 1,05 ലക്ഷം രൂപയാണ് ചലഞ്ചിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ സമാഹരിച്ചിട്ടുള്ളത്.